2-3 ദിവസമായിട്ട് കുറച്ചധികം ആളുകൾ PM ഇങ്ങനെ വീഡിയോ അയച്ചു തന്നിട്ട് നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്ത, ഇന്ന ആളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ എല്ലാത്തിനെ എതിരെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളല്ല, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ ഒരു വീഡിയോ ചെയ്താൽ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ എന്തോ പ്രശ്നം നടന്നു വിചാരിച്ച് ആ വീഡിയോ പോയി നോക്കുമ്പോൾ എന്താണ് നമ്മളെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിന്റെ ഒരു എപ്പിസോഡിന്റെ ഒരു ഭാഗമാണ്. അത് കണ്ടിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഓൺ വോയിസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരോടും മറുപടി പറയാനാവാത്തത് കൊണ്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് നിങ്ങളുടെ ചിന്താഗതിന്റെ കുഴപ്പട്ടോ, നിങ്ങളുടെ ചിന്താഗതിന്റെ കുഴപ്പം. ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണോ ഇത്? ഇതാണ് നമ്മളെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആണോ? ഒരു ചാനല് അവരുടെ റേറ്റിംഗിന് വേണ്ടിയിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്ന ആളുകളെ സംഘടിപ്പിച്ചിട്ട് ഒരു പരിപാടി നടത്താണ്. അത് നിങ്ങൾ എന്തോ ഒരു വലിയ കാര്യം പോലെ നിങ്ങളെ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ചർച്ച ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ചിന്താഗതിന്റെ കുഴപ്പമാണ്. ആ പരിപാടിക്ക് അവർ എടുക്കുന്ന ആളുകൾ, അതിൽ പങ്കെടുക്കുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാ? ഇന്നും സമൂഹത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന, വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന, വിവാദങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെ? അങ്ങനെയുള്ള ആളുകളല്ല അവര് അതിൽ പങ്കെടുപ്പിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ പരിപാടിയിൽ എന്നും വിവാദങ്ങൾ ആവശ്യമാണ്. അത് നിങ്ങൾ കണ്ടു നിന്നിട്ട് എന്തോ ഒരു സംഭവം പോലെ അത് നിങ്ങളെ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ചർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ എത്ര വഷളത്തരാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കാണ്, ഇപ്പൊ ഒരുപാട് ബിഗ് ബോസിന്റെ സീസണുകൾ കഴിഞ്ഞു പോയല്ലോ. ഈ സീസണുകൾ കഴിഞ്ഞു പോയതിലൊക്കെ അവസാനം 1ാം സ്ഥാനം കിട്ടിയ മത്സരാർത്ഥിക്ക് സമ്മാനം നൽകുന്നതോടൊപ്പം ബാക്കിലെ സ്ക്രീനിൽ അവർ എഴുതി കാണിച്ചിട്ടുണ്ടേനോ, ഇതാണ് ഈ സീസണിൽ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എഴുതി കാണിച്ചിട്ടുണ്ടേനോ? ഒരു നല്ല സന്ദേശം ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടേനോ? പക്ഷെ ഈ പരിപാടിയിലൂടെ ഒരുപാട് സന്ദേശങ്ങൾ ഒരു ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? എന്താണ് സന്ദേശം? അതറിയണമെങ്കിൽ നിങ്ങളോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ പരിപാടി നിരന്തരം കാണുന്നുണ്ടെങ്കിൽ അവരിലേക്ക് നോക്കിയാൽ മതി, അവരിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമ നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇതിങ്ങനെ നിരന്തരം തുടക്കം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തർക്കിക്കാൻ നിൽക്കും, നമ്മളോട് തട്ടിക്കയറും. മക്കളിൽ ഉണ്ടാകുന്ന മാറ്റം വെറുതെ അനാവശ്യമായിട്ട് അവർ സംസാരിക്കും, ചോദ്യങ്ങൾ ഉന്നയിക്കും. എപ്പോഴും തർക്കിക്കാനുള്ള ഒരു ത്വര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല രീതിയിൽ നല്ല അഡ്ജസ്റ്റ്മെന്റിൽ കഴിഞ്ഞു പോയ ആളുകളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അവരിൽ ഉണ്ടാകുന്ന മാറ്റം ചിലപ്പോ കുടുംബം വരെ ശിഥിലമാക്കിയേക്കാം. ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. ഇതിന്നിങ്ങനെ നിരന്തരം കണ്ടിട്ട് നമ്മൾ അനുകരിച്ചു പോകും നമ്മളെ ജീവിതത്തിൽ. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നും ഇങ്ങനെ മറ്റുള്ളവന്റെ അനാവശ്യം ഇങ്ങനെ കേൾക്കുക, മറ്റുള്ളവനെ കുറിച്ചിട്ട് ഇല്ലാ കഥകൾ പറയാ, നിരന്തരം ഇങ്ങനെ വഴക്ക് കൂടുക, നിരന്തരം ഇങ്ങനെ തർക്കിക്കുക. ഇതിങ്ങനെ കണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കാണുന്ന ആളും ജീവിതത്തിൽ ഇത് അനുകരിക്കും. അപ്പൊ കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കുടുംബത്തോട് പറയാ, ഒരു കാരണവശാലും ഈ പരിപാടി നിങ്ങൾ കാണരുത്, വേറെ എന്ത് കണ്ടാലും വേണ്ടില്ല, ഈ പരിപാടി കാണരുതെന്ന് ശക്തമായിട്ട് പറയാം. കുടുംബം കോഞ്ഞാട്ടായി പോകും, അതിലൊരു സംശയം വേണ്ട.